കേരളത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് KS സലീഖ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പുതിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഒരു പ്രാധാന്യത്തെയും ഇനി ഭാവി കടമകളെയും കാണുന്നത്? വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും അതേപോലെ തന്നെ ഫാസിസ്റ്റ് നയങ്ങളും അതിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം പാർട്ടി കോൺഗ്രസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ സാന്നിധ്യത്തെ ഞാൻ കാണുന്നത്. പിന്നെ ജില്ലയെ സംബന്ധിച്ച് ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ദീർഘകാലം പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് സഖാവ് AK ബാലനായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ. സഖാവിന് ഇത്തവണത്തെ പാർട്ടി തീരുമാനമനുസരിച്ച് 75 വയസ്സ് കഴിഞ്ഞ ആളുകൾ മാറി നിൽക്കണമെന്നൊരു തീരുമാനം കൂടി വന്നതോടുകൂടി സഖാവിനും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, പാർട്ടിയിലേക്ക് സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ പാർട്ടി നടത്തിയിട്ടുണ്ട് എല്ലാ തലങ്ങളിലും. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസ് എന്ന നിലയിൽ അവസാനം നടക്കുന്ന ഈ പാർട്ടി സമ്മേളനത്തിലും അത് പ്രകടമായത്. സംസ്ഥാനത്ത് നിന്ന് 3 ആളുകളെ പുതുതായി എടുത്തപ്പോൾ ഒരു വനിതയെ കൂടി എടുക്കാനുള്ള തീരുമാനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ഏറെ സ്ത്രീകൾക്കും മുന്നോട്ട് പോകാൻ ഒരു കരുത്ത് ഞങ്ങൾക്ക് നൽകും എന്നതാണ് അതിലൂടെ കാണുന്നത്. വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇനിയും അതിൽ കേന്ദ്രീകരിക്കുമെന്നുമാണ് ജനറൽ സെക്രട്ടറി MA ബേബി ഇപ്പോൾ ഉപസംഹാര പ്രസംഗത്തിൽ പറഞ്ഞത്. ആ ഒരു രീതിയിൽ തന്നെ വനിതകളെ കൂടുതലായി കൊണ്ടുവരാനും അവരുടെ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരാനും തന്നെയാണോ കോൺഗ്രസ് തീരുമാനിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. കൂടുതൽ സ്ത്രീകളെ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അത് ഭംഗിയായി നിറവേറ്റും. ഒപ്പം തന്നെ വനിതകളുടെ ഒരു ഒപ്പം നിർത്തിയുള്ള പോരാട്ടത്തിന് ഉൾപ്പെടെ നേതൃത്വം നൽകാൻ കഴിയും എന്നാണ് സലീഖ വ്യക്തമാക്കിയിട്ടുള്ളത്.